നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോവാണ്, നമ്മൾക്കത് പറ്റൂല, നമ്മൾ ഫെയിൽ ആവുന്ന സാഹചര്യം ഉണ്ടാവുക. നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം 6 മണിക്കൂറിൽ താഴെയാണ്. ചിലപ്പോൾ അത് 2 മണിക്കൂറാവാം, ചിലപ്പോൾ 3 മണിക്കൂറാവാം, ചിലപ്പോൾ 4 മണിക്കൂറാവാം. അപ്പോൾ 6 മണിക്കൂറിൽ താഴെയാണെങ്കിൽ നമുക്ക് നിങ്ങളെ പാർട്ട് ടൈം ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഒരു ദിവസം ഒരു 4 മണിക്കൂറൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് ഏകദേശം ഡേ അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ 4 hours മാത്രമേ ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൺഡേ മാത്രമേ ഓഫ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് നിലവിൽ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ മനസ്സിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സംശയം കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ടോപ്പിക്കുകളുടെ മേലെ വീഡിയോസ് തയ്യാറാക്കിയിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ആൾക്കാർ ആരാണെന്ന് തീരുമാനിക്കാം. അപ്പോൾ ആക്ച്വലി നമുക്ക് ആസ്പിരൻസിനെ 2 കാറ്റഗറിയിലേക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ഫുൾ ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, രണ്ടാമത്തത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ വർക്കിംഗ് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു ഫുൾ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളെ ഫുൾ ടൈം ആസ്പിരൻ്റ് ആയിട്ട് കാണാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളെ ഫുൾ ടൈം ആസ്പിരൻ്റ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം 6 മണിക്കൂറിൽ താഴെയാണ്. ചിലപ്പോൾ അത് 2 മണിക്കൂറാവാം, ചിലപ്പോൾ 3 മണിക്കൂറാവാം, ചിലപ്പോൾ 4 മണിക്കൂറാവാം. അപ്പോൾ 6 മണിക്കൂറിൽ താഴെയാണെങ്കിൽ നമുക്ക് നിങ്ങളെ പാർട്ട് ടൈം ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഇപ്പോൾ ഫുൾ ടൈം ആയിട്ടുള്ള ആൾക്കാരോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യുക, എന്താണ് സ്ട്രാറ്റജി എന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും ചെയ്യേണ്ട കാര്യം സെയിം കാര്യം തന്നെ. കാരണം എക്സാം സെയിം ആണ്, സിലബസ് സെയിം ആണ്, ക്വസ്റ്റ്യൻസ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. എന്താണ് വ്യത്യാസം? അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ടൈം തന്നെ നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരിൽ വ്യത്യസ്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ വർക്കിംഗ് ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് IT പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് സാറ്റർഡേ അതുപോലെ തന്നെ സൺഡേ ഒക്കെ ഓഫ് ആയിട്ടുണ്ട് ആൾക്കാരുണ്ടാവും. അതേസമയത്ത് ചില ആൾക്കാർ പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് ആയിരിക്കും. അവർക്ക് സൺഡേ മാത്രമേ ഓഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 കാറ്റഗറിക്കും എന്താണ് പ്രിപ്പറേഷനിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും അല്ലേ? കാരണം സാറ്റർഡേ വർക്കിംഗ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വ്യത്യസ്ത പ്ലാനുകളായിരിക്കും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ഞാൻ ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി UPSC സിവിൽ സർവീസ് എക്സാം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. 2025 അടുത്ത എക്സാം വരുന്നത്, അടുത്തത് 2026 വരും, പിന്നെ 2027 വരും. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനനുസരിച്ച് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ് എന്ന് കണക്കാക്കി നിങ്ങൾക്ക് ഏത് എക്സാമിനാണ് ഫുള്ളി പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, എനിക്ക് 2025 എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച് തീരാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, സോ നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി മാറുക. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇയർ ഓഫ് എക്സാം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം നമ്മൾ 25 എക്സാം എഴുതണ്ടെന്നല്ല, നമ്മളെ ഇയർ ഓഫ് എക്സാം നമ്മളുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ച് ചൂസ് ചെയ്യുക. വേണമെങ്കിൽ 25 എക്സാം നമുക്ക് എഴുതി നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പ്രിലിംസ് ക്ലിയർ ആവും, നമുക്ക് മെയിൻസിന് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻസും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 എന്ന് ടാർഗറ്റ് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആവും, നമുക്ക് പഠിച്ച് നീങ്ങത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറെ കൂടി റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്താണ് ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 2025 എക്സാമിന് വേണ്ടി ടാർഗറ്റ് ചെയ്യാം. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്. ഒരു ദിവസം നിങ്ങൾക്കൊരു 4 മണിക്കൂർ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സാറ്റർഡേ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2025 അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഡെയിലി വർക്കിംഗ് പ്രൊഫഷണൽ ആണ്,
പക്ഷെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം ഡെയിലി 4 മണിക്കൂറിൽ താഴെയാണ്, നിങ്ങൾക്ക് സൺഡേ മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് 2026 ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 2026 ടാർഗറ്റ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കിട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 2025 എക്സാം നമുക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് മെയിൻസും എഴുതാം, നമുക്ക് ഓപ്ഷനുകൾ എല്ലാം കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ ടാർഗറ്റ് 2026 എക്സാം ആയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഒരു ദിവസം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഇയർ ഓഫ് ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇയർ ഓഫ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇൻ കേസ് 2025 നിങ്ങളുടെ ഇയർ ഓഫ് ടാർഗറ്റ് വരുന്നതെന്ന് വെച്ചാൽ 2025 നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഒരേ സമയം ചെയ്യേണ്ട കാര്യം, അതായത് നിങ്ങളുടെ ഡെയിലി ടാർഗറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്റ്റാറ്റിക് പഠിക്കണം, അതായത് പൊളിറ്റി എക്കണോമി സബ്ജക്റ്റുകൾ പഠിക്കണം, കറണ്ട് അഫെയർസ് പഠിക്കണം, ഡെയിലി കറണ്ട് അഫെയർസ് പഠിക്കണം, അതുപോലെ തന്നെ ഡെയിലി പഠിക്കുന്നതിൻ്റെ റിവിഷൻ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം ഒരു 4 മണിക്കൂറാണ് ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് സാറ്റർഡേ ഓഫ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിക്കിന് വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ സ്റ്റാറ്റിക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫെയർസ് എന്തായാലും ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. ബാക്കിയുള്ള സമയത്ത് റിവിഷനും, ഇതിൻ്റെ രണ്ടിൻ്റെയും റിവിഷനും അതിൻ്റെ പ്രാക്ടീസും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ 2025 പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സ്റ്റാറ്റിക് ടോപ്പിക്കുകളും പഠിക്കണം, കറണ്ട് അഫെയർസും പഠിക്കണം, അതിൻ്റെ റിവിഷനും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ദിവസവും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കുള്ള സാറ്റർഡേ എന്ന് പറയുന്ന ഒരു ദിവസം അധികം കിട്ടുന്നുണ്ട് അല്ലേ? കാരണം 25 പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാറ്റർഡേ അധികം കിട്ടുന്നുണ്ട്. ആ സാറ്റർഡേ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റർഡേ നമുക്ക് കുറച്ചുകൂടി സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കറണ്ട് അഫെയർസ് എന്തായാലും ആ ദിവസത്തെ കറണ്ട് അഫെയർസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്ഷണൽ കൂടി കുറച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷണൽ ടോപ്പിക്കുകൾ കൂടി കുറച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം സൺഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ വീക്ക് മൊത്തം പഠിച്ചതിനെ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ടെസ്റ്റുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ടും ആൻസർ റൈറ്റിംഗ് ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 2025 പ്ലാൻ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, 2025 പ്ലാൻ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഡേ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നിങ്ങൾ സ്റ്റാറ്റിക് ടോപ്പിക്ക് പഠിക്കണം. സ്റ്റാറ്റിക് ടോപ്പിക്ക് പഠിക്കുക പറഞ്ഞാൽ റീഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സ്ട്രാറ്റജി എല്ലാവർക്കും സെയിം തന്നെയാണ്, പഠിക്കുന്ന കണ്ടന്റിൻ്റെ അളവിലും ടൈമിലും വ്യത്യാസം വരുള്ളൂ എന്ന് ഓർത്തുക. അതുപോലെ തന്നെ നോട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫെയർസിന് ഒരു 1.5 മണിക്കൂർ എന്തായാലും എല്ലാ ദിവസവും വേണം. അതുപോലെ തന്നെ ഇത് രണ്ടും റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസും ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഏകദേശം 1 അവർ. സോ ഒരു ദിവസം നിങ്ങൾക്കൊരു 4 മണിക്കൂർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക്, കറണ്ട് അഫെയർസ്, ഈ റിവിഷൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് 4 മണിക്കൂർ താഴെയാണെങ്കിൽ ഈ സ്റ്റാറ്റിക്കിൻ്റെ കണ്ടന്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കറണ്ട് അഫെയർസ് എന്തായാലും 2025 ഡെയിലി നോക്കണം. സ്റ്റാറ്റിക്കിൻ്റെ കണ്ടന്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. റിവിഷനും പ്രാക്ടീസും ഡെയിലി പഠിക്കുന്നത് ഡെയിലി ചെയ്യാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം ഡേ പോവേണ്ടതായിട്ടുള്ളത്. ഇനി ഈ ഒരു ഡേ പോയി, ഇനി വീക്കെൻഡിൽ സാറ്റർഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ഈ സാറ്റർഡേയിൽ കുറച്ചുകൂടി സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്ന് 8 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ സ്റ്റാറ്റിക്കിനെ അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫെയർസിന് എന്തായാലും 1.5 മണിക്കൂർ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓപ്ഷണലിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം, ഒരു 3.5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂർ അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അലോക്കേറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് ഒരു 1 മണിക്കൂറും അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിക്കിന് 3 മണിക്കൂർ, കറണ്ട് അഫെയർസിന് ഒരു 1.5 മണിക്കൂർ, ഓപ്ഷണലിന് ഒരു 3 മണിക്കൂർ, അതുപോലെ തന്നെ റിവിഷന് വേണ്ടിയിട്ട് മൊത്തം അന്ന് പഠിച്ചത് മൊത്തം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം 7.5 മണിക്കൂർ നിങ്ങൾക്ക് ആ ദിവസം സാറ്റർഡേ ചെലവിടേണ്ടതായിട്ട് വരും. ഇൻ കേസ് സൺഡേ വരുമ്പോഴോ, സൺഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. ആ ആഴ്ചയിൽ മൊത്തം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് എഴുതുന്നതിനും മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ വീക്ക്ലി പ്രിലിംസിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആ ഒരു വീക്കെൻഡും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 2025 പ്ലാൻ ചെയ്യുന്ന ഒരു ദിവസം ഒരു 4 മണിക്കൂറൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് ഏകദേശം ഡേ അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ 2026 പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചോ, 2026 പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം <4 hours ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് സൺഡേ, അതായത് <4 hours മാത്രമേ ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൺഡേ മാത്രമേ ഓഫ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 2026 ആണല്ലേ, സോ കറണ്ട് അഫെയർസ് നമ്മൾ ഡെയിലി പഠിക്കണമെന്നില്ല, ഡെയിലി പഠിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ സ്റ്റാറ്റിക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതായത് ആദ്യത്തെ ഒരു വർഷം സ്റ്റാറ്റിക്, അതായത് ഈ 4 മണിക്കൂറിൽ നിങ്ങളൊരു 3 മണിക്കൂർ സ്റ്റാറ്റിക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ സ്റ്റഡി ചെയ്യുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഒരു മണിക്കൂർ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ റിവിഷന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു വർഷം 2 വർഷത്തെ പ്ലാൻ ഉണ്ട്. അപ്പോൾ 2024 മെയ് മുതൽ 2025 മെയ് വരെയുള്ള ടൈമാണ് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങൾ സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പൊളിറ്റി, എക്കണോമി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സബ്ജക്റ്റുകൾ, അങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റുകളും പഠിച്ച് അത് റിവിഷൻ ചെയ്ത് അതിൻ്റെ നോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ജസ്റ്റ് കാണുക, നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ആദ്യത്തെ 1 ഇയർ നമ്മൾ സ്റ്റാറ്റിക് ടോപ്പിക്കുകളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് കവർ ചെയ്ത് അതിന് നോട്ട്സ് ഉണ്ടാക്കി റിവിഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ 2 കൊല്ലം മുന്നെയാണ് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. സോ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. റിവിഷനും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസും അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ 1 ഇയർ കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റാറ്റിക്കിൻ്റെ മേലെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് വീക്കെൻഡിൽ ഒരു സൺഡേ ഉണ്ടാവും അല്ലേ? ആ സൺഡേയിൽ നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റിക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അത് ഓപ്ഷണൽ കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഒരു സൺഡേയുടെ ഫസ്റ്റ് ഹാഫ്, മോർണിംഗിലെ ഫസ്റ്റ് ഹാഫ്, ആദ്യത്തെ ഒരു 3 മണിക്കൂർ കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, 3 മണിക്കൂറോ 4 മണിക്കൂറോ ഓപ്ഷണലിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മൊത്തം റിവിഷൻ കംപ്ലീറ്റ് മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്ത് ഒരു മണിക്കൂർ കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് സൺഡേ അവസാനിക്കാം. ആദ്യത്തെ 1 ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 1 ഇയറിൽ നിങ്ങൾ കംപ്ലീറ്റ് സ്റ്റാറ്റിക്കിൻ്റെ മേലെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സ്റ്റാറ്റിക് സൺഡേയിലും വീക്കെൻഡ് ആയി വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഇയറിലേക്ക് വരുമ്പോൾ, അതായത് 2024 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, 2026 ടാർഗറ്റ്. 2024-25 കുറിച്ച് ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് ആണ് നമ്മുടെ ഫോക്കസ്. ഇനി 2025-26, അതായത് 2025 മെയ് മുതൽ 2026 മെയ് വരെയുള്ള ഈ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ഡെയിലി സ്റ്റാറ്റിക് ഓൾറെഡി പഠിച്ചു, അതിൻ്റെ റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ഡെയിലി പ്രിലിംസിൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അടുത്തത് പിന്നെ കറണ്ട് അഫയേഴ്സ് ആ ഒരു സമയത്ത് ഫോക്കസ് ചെയ്താൽ മതി. അതിൻ്റെ നോട്ട് ഉണ്ടാക്കൽ, അതിൻ്റെ റിവിഷൻ, അതുപോലെ തന്നെ ഓപ്ഷണലിൻ്റെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ റിവിഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും 2026 ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ 2 റിക്വയർമെൻറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എനിക്കിവിടെ ഒരു ബ്രോഡർ ഔട്ട്ലൈൻ മാത്രമേ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ, ഓരോരാളുടെയും കേസ് ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് 2 മണിക്കൂറായിരിക്കും, ഒരാൾക്ക് 3 മണിക്കൂറായിരിക്കും, ചില ആൾക്കാർക്ക് 3.5 മണിക്കൂറായിരിക്കും, ചില ആൾക്കാർക്ക് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസ് ആയിരിക്കും. കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേസ് ബൈ കേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിച്ചതെന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ ആണ്. അതായത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മളുടെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ട് എൻ്റെ കയ്യിൽ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, എനിക്ക് 2025 എക്സാം ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോവാണ്. നമ്മൾക്കത് പറ്റൂല, നമ്മൾ ഫെയിൽ ആവുന്ന സാഹചര്യം ഉണ്ടാവുക. അതിനു പകരം റിയലിസ്റ്റിക് ആയി മാറാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ച് നമുക്ക് ഈ കണ്ടന്റ് പഠിച്ചു തീർക്കാൻ, ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും, റിവിഷൻ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നമ്മളുടെ പ്രിപ്പറേഷനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണലിന് നല്ലൊരു ക്ലാരിറ്റിയാണ് വേണ്ടത്. എനിക്ക് എത്ര ദിവസം പഠിക്കാൻ വേണ്ടി പറ്റും, എത്ര ഡെയിലി പഠിക്കാൻ വേണ്ടി പറ്റും, അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് എഫേർട്ട് ഇടാൻ വേണ്ടി റെഡി ആണോ എന്നുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം, ആ ടൈമിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ എഫേർട്ട് ഇടാൻ പറ്റുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ, അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫോളോ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡെയിലി ടാർഗറ്റുകൾ മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, വർക്കിംഗ് പ്രൊഫഷനാണ്, കൃത്യമായിട്ട് 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ പ്ലാൻ ചെയ്തിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് വെച്ചാൽ 6238520959 എന്ന് പറയുന്ന നമ്പറാണ്. 6238529059 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പ്രിപ്പറേഷൻ
ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് താല്പര്യക്കാരില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം അലോക്കേറ്റ് ചെയ്യും, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ എഫേർട്ട് ഇടാൻ റെഡിയാണ്, സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. സോ ഞാൻ ഗൈഡ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് അത്തരത്തിൽ ഡെയിലി ടാർഗറ്റുകളൊക്കെ വെച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും, കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നിരിക്കുന്നു. ഇതുപോലെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് വരുന്നതാണ്.